രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി വളരെ വേഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങിയെന്നുള്ള വിവരമാണ്. ശ്യാം, എന്താണ് അറിയാനാകുന്നത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം വരുമ്പോൾ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. എവിടേക്കാണ്? സെഷൻസ് കോടതിയിൽ അല്ലേ? തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് SIT പ്രത്യേകം രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് ബലാത്സംഗ കേസ് തന്നെയാണ്. ഇത് ഒരു യുവതിയെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കി, അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി മർദ്ദിച്ചു എന്ന കേസാണ്. ഇതിലാണ് SIT നേരത്തെ കേസെടുത്തിരുന്നത്. ഈ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ സ്വാഭാവികമായും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ പോലീസിനോട് റിപ്പോർട്ട് തേടുക എന്ന നടപടിയാണ് ഇതിൽ കൈക്കൊള്ളുക. സ്വാഭാവികമായും പോലീസിന്റെ SITയുടെ മറുപടി തേടും. അതിന് ശേഷമായിരിക്കും കോടതി ഈ കേസിൽ വാദം കേൾക്കുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഹർജി ഈ കോടതിയുടെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഒരു നിയമപരമായ സാധ്യത എത്രത്തോളമാണ് ശ്യാം? ഇപ്പോൾ അതിന്റെ പ്രാഥമിക നടപടികളിലേക്ക് കടന്നിട്ടേയുള്ളൂ. അതിൽ അതിജീവിതയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടേയുള്ളൂ. അപ്പോൾ അതിന്റെ മുഴുവൻ വിവരങ്ങളും വരാത്തത് കൊണ്ടാണല്ലോ നേരത്തെ സെഷൻസ് കോടതി അത് പരിഗണിക്കാതിരുന്നത്. ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുകയല്ലേ? ഈ രണ്ടാമത്തെ കേസിൽ ഇതിൽ അതിജീവിതയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ അതങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ തീരുമാനം കോടതി എടുക്കുമെന്ന്, അടിയന്തരമായ തീരുമാനം എടുക്കുമെന്ന് കരുതുന്നില്ല. കാരണം ഇതിൽ പ്രോസിക്യൂഷന്റെ SITയുടെ കൂടി നിലപാട് തേടിയതിന് ശേഷം മാത്രമേ അത്തരമൊരു കാര്യം നിലപാട് എടുക്കുകയും ചെയ്യുള്ളൂ, കോടതി എടുക്കുള്ളൂ. അടിയന്തരമായി ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം എടുക്കില്ല. ഒരുപക്ഷെ അറസ്റ്റ് തടയുമോ എന്നുള്ളത്, രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാമത്തെ കേസിലാണ് നൽകിയിരിക്കുന്നത്. അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഈ ഹർജിയിലാണ് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമെന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗ നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ആദ്യ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം വന്നിരിപ്പോഴാണ് രണ്ടാമത്തെ ഹർജിയുമായി ഇപ്പോൾ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ശ്യാം, ഇപ്പോൾ ആദ്യ കേസിലെ വിവരങ്ങൾ നൽകുന്നതിനിടയിലാണ് ഈ വാർത്ത വന്നത്. അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞത് മുഴുവൻ പ്രതിഭാഗത്തു നിന്നും മുഴുവൻ കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്, അല്ലാതെ അറസ്റ്റ് പാടില്ല. അത് നേരത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളതാണ്. അതേ കാര്യങ്ങൾ ഹൈക്കോടതിയും പരാമർശിക്കുകയായിരുന്നു ശ്യാം. അതെ, അത്തരമൊരു കാര്യം തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. അതായത് ഭരണഘടനാ കോടതികളിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ മറുഭാഗം കൂടി കേൾക്കാതെ തീരുമാനമെടുക്കാനാകില്ല. എല്ലാ കോടതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഒരു ഭരണഘടനാ കോടതിയുടെ മുന്നിലാണ് ഇക്കാര്യമുള്ളത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ സുപ്രധാനമാണ്, ഗൗരവതരമാണ്. കാരണം ഇതിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു അക്കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അക്കാര്യം സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബലാത്സംഗം എന്ന നിലയിൽ കാണാനാകുമോ എന്നൊരു സംശയം കോടതി പ്രാഥമികമായി പ്രകടിപ്പിക്കുന്നു. പ്രോസിക്യൂഷൻ ഇതിൽ ശക്തമായ എതിർപ്പ് തന്നെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ വിശദമായ വാദം കേൾക്കണമെന്നാണ് ഈ പ്രതിഭാഗത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ആവശ്യം പിന്നീട് പരിഗണിക്കാം എന്ന വിശദമായ വാദം ഡിസംബർ 15 കേൾക്കാമെന്ന് കോടതി തന്നെ സ്വമേധയാ പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തു, അറസ്റ്റിനെ എതിർത്തു, അറസ്റ്റ് തടയുന്നതിനെ എതിർത്തു. അറസ്റ്റ് തടയരുത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് TA ഷാജിയാണ് അക്കാര്യം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ കോടതിയിൽ അക്കാര്യം ആവശ്യപ്പെടുമ്പോൾ കോടതി അക്കാര്യം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വാദങ്ങൾ ഗൗരവതരമാണ്. കാരണം ഇതിൽ ബലാത്സംഗം ഇല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളൊരു ലൈംഗിക ബന്ധമാണ് എന്നൊരു കാര്യം പ്രതികൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാക്കുന്നു. മാത്രമല്ല, കോടതി ഇതിൽ നിരീക്ഷിക്കുന്ന മറ്റൊരു സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ: പൂർണ്ണമായും കേൾക്കപ്പെടാതെ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെടരുത് എന്ന ഒരു നിരീക്ഷണം കോടതി ഇതിൽ നടത്തുന്നുണ്ട്. രണ്ടാമത്തത്, ഈ കേസിൽ കോടതിക്ക് മുൻവിധിയില്ല.
എന്ന് കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതായത് സ്വാഭാവികമായും ഇതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൂടി പരിഗണിച്ച ശേഷം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കുകയും ചെയ്യാം. കോടതി ഇതിൽ സ്വീകരിക്കുന്ന സുപ്രധാനമായ നിലപാട് കോടതിക്ക് ഇക്കാര്യത്തിൽ മുൻവിധിയില്ല എന്നുകൂടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടില്ലെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തുവെന്നോ ഉള്ള യാതൊരു വിധിയുമില്ല, മറുഭാഗവും കൂടി കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. സെഷൻസ് കോടതി പരിഗണിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ബലാത്സംഗം എന്നുള്ള ആരോപണമല്ല, മൊഴിയല്ല, അതിലപ്പുറം ഈ നിർബന്ധിത ഗർഭഛിദ്രമായിരുന്നു. അപ്പോൾ ഹൈക്കോടതി ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ഈ ഗർഭഛിദ്രത്തെ സംബന്ധിച്ച് സ്മൃതി, ഇക്കാര്യത്തിൽ പ്രാഥമികമായി ഏതെങ്കിലും ഒരു വാദം കോടതി കേട്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം വായിച്ചു നോക്കുന്നു. ഇന്നലെയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത്. സ്വാഭാവികമായത് ആ ജഡ്ജിന്റെ ടേബിളിലേക്ക് വരും, മേശപ്പുറത്തേക്ക് വരും. അദ്ദേഹം ആ രേഖകൾ പരിശോധിക്കും, അപേക്ഷ പരിശോധിക്കും. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണ്, ഇത് ബലാത്സംഗ കുറ്റമല്ല എന്നൊരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നു, ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സ്വീകരിക്കുന്നു. അതിനെ പ്രഥമ ദൃഷ്ട്യാ ഇത് ഗൗരവതരമായ ഒരു വാദമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ കോടതികൾക്ക് ഇത്തരമൊരു തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്, അറസ്റ്റ് തടയാനുള്ള അധികാരമുണ്ട് എന്ന നിലപാടെടുക്കുന്നത്, അറസ്റ്റ് തടയുകയും ചെയ്യുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇടക്കാല ആശ്വാസമാണ്. അന്തിമമായ ആശ്വാസം ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഒരുപക്ഷെ ഇത് തന്നെയാകാം, മുൻകൂർ ജാമ്യം ലഭിച്ചേക്കാം, അതല്ലെങ്കിൽ മറ്റൊരു തീരുമാനവും കോടതി എടുത്തേക്കാം. അതുകൊണ്ടാണ് കോടതി അതിൽ പ്രത്യേകമായി പറയുന്നത് ഇതിൽ മുൻവിധിയില്ല, കോടതിക്ക് മുൻവിധിയില്ല എന്ന് പറയുന്നത്.